പാചകവാതക ലഭ്യത കുറഞ്ഞു. തൃശൂരിൽ ഹോട്ടലുകാർക്കും ഉപഭോക്താക്കൾക്കുമൊപ്പം സ്വർണ്ണ വ്യവസായത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരെയും പാചകവാതക ക്ഷാമം ബാധിച്ചു തുടങ്ങി. സ്വർണ്ണപ്പണിയെയും ഡൈവർക്കുകളെയും പാചകവാതക ലഭ്യതക്കുറവ് ബാധിച്ചു തുടങ്ങിയെന്ന് തൃശൂരിലെ സ്വർണ്ണ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജോബി പറഞ്ഞു. മാസത്തിൽ 2 തവണയെങ്കിലും അവരൊക്കെ രണ്ട് കുറ്റിയെങ്കിലും വേണം. ഞങ്ങൾ ഡൈവർക്ക് മേഖലയിലുള്ള ആൾക്കാർ, പിന്നെ സ്വർണ്ണപ്പണിക്കാരാണെങ്കിൽ അവർക്ക് ഇതിനും കൂടുതൽ വേണം. അപ്പോൾ അവരൊക്കെ പണി നിർത്തി. കുറേ ബംഗാളികൾ പണിയുന്നുണ്ട്, കുറേ മലയാളികൾ പണിയുണ്ട്. ഇപ്പോൾ അവരൊക്കെ പണി നിർത്തി, കുറേ പേര് നാട്ടിൽ പോയി. ഇപ്പോൾ ഗ്യാസിൻ്റെ ടൈറ്റ് ഈ മറ്റേ ഹോട്ടൽ മേഖലയിൽ മാത്രമല്ല, ഞങ്ങളുടെ മേഖലയിലും ഉണ്ട്. സാധാരണക്കാർ കൂടുതലായി ആശ്രയിക്കുന്ന ചായക്കടകളും പ്രതിസന്ധിയിലായി. പലരും ചായ അടിക്കുന്ന പതിവ് നിർത്തി. ഉണ്ടാക്കി വെച്ച ചായ കെറ്റിലിൽ നൽകുകയാണ് ഇപ്പോൾ പലരും ചെയ്തു വരുന്നത്. രാജ്യത്തെ വാണിജ്യ പാചകവാതക ലഭ്യതയിലുണ്ടായ കടുത്ത കുറവ് അങ്ങനെ ഹോട്ടൽ വ്യവസായത്തെയും തളർത്തുകയാണ്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഈ സ്ഥിതി മോശമാകുമെന്നാണ് തൃശ്ശൂരിലെ ഹോട്ടൽ ഉടമ ബിനൻ പറയുന്നത്. ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് 2 ദിവസത്തേക്കുള്ള ഗ്യാസ് കൂടി ഇല്ല. കമ്പനിയിൽ പോയി ചോദിച്ചു, കമ്പനിക്കാരെ വിളിക്കുന്നുണ്ട്. കമ്പനിക്കാരാണെങ്കിൽ നമുക്ക് ഒരു അറിയിപ്പും തരുന്നില്ല. ഇന്നും നാളെ അല്ലെങ്കിൽ എല്ലാവരും അടച്ചിടും. ഇതവരെ 2 ദിവസം കൂടി പോയി. അത്രയ്ക്കും ടൈറ്റിലാണ് ഈ സാധനങ്ങൾ പറയുന്നത്. ഇന്ന് തന്നെ 5-6 കടകൾ പൂട്ടിയിട്ടുണ്ട്. ഇന്ന് തന്നെ പൂട്ടിയിട്ടുണ്ട്. ഇനി പൂട്ടാൻ പോകണം. നമ്മളടക്കം 2 ദിവസം കഴിഞ്ഞാൽ നമുക്കും പറ്റിയെന്ന് വരില്ല. എനിക്ക് 2 ദിവസത്തേക്കുള്ള ഗ്യാസും കൂടി ഇവിടെ എൻ്റെ സ്റ്റോക്ക് ഉണ്ട്. അത് കഴിഞ്ഞു. ഇന്നും കൂടുതൽ ഹോട്ടലുകൾ അടച്ചു. പാചകവാതക പ്രതിസന്ധിയെ തുടർന്ന് കേരളത്തിലെ സ്കൂളുകളിൽ വിറകടുപ്പ് ഉപയോഗിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. വിറകിന് ചെലവാകുന്ന അധിക തുക സ്കൂളുകൾക്ക് നൽകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കി. വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടർ മുടങ്ങില്ലെന്ന് ആവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ വാണിജ്യ LPGയുടെ കാര്യത്തിൽ ഒരു ഉറപ്പും ഇതുവരെ നൽകുന്നില്ല. നിരവധി പേർ ആശ്രയിക്കുന്ന ഇന്ത്യൻ കോഫി ഹൗസ് ശൃംഖലയെയും പാചകവാതക ക്ഷാമം ബാധിച്ചു തുടങ്ങി. ഉച്ചയൂണ് ഒഴിവാക്കി, ദോശ ഐറ്റംസും ഒഴിവാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. പതിവായി ഇന്ത്യൻ കോഫി ഹൗസ് ഹോട്ടലുകളെ ആശ്രയിച്ചിരുന്നവർ ഇതോടെ ബുദ്ധിമുട്ടിലായി. ചോറ് ഒഴിവാക്കിയെങ്കിലും ബിരിയാണി ലഭിക്കും. ദോശ, നെയ്റോസ്റ്റ് ഐറ്റങ്ങൾ മെനുവിൽ നിന്ന് ഒഴിവാക്കി. കട്ട്ലേറ്റും വടയുമുണ്ട്. അതേസമയം നാളെ മുതൽ സ്ഥിതി നോക്കിയ ശേഷം മെനുവിൽ മാറ്റം വരുത്തുമെന്നാണ് ഇന്ത്യൻ കോഫി ഹൗസ് അറിയിച്ചിരിക്കുന്നത്.